ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ട്. ഹായ് കൂട്ടുകാരെ എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ ആത്മാവിൽ നിന്ന്, എന്റെ മനസ്സിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും കേട്ടോ. ഇത്രയും കാലം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഹായ് കൂട്ടുകാരെ എന്ന് ഞാൻ സിംപിളി അങ്ങ് പറഞ്ഞു പോവാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെ മനസ്സിൽ നിന്ന് എനിക്കത് വിളിക്കാൻ പറ്റൂ കേട്ടോ. അത്രയും ഞാൻ ഇതിനു മുമ്പ് ഒരു സങ്കടപ്പെട്ട ഒരു വീഡിയോ ഇട്ടപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകാനൊരു സാധ്യതയുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. ഒത്തിരി അത്തരം അവസ്ഥയൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നാലും മനുഷ്യന്റെ കാര്യമില്ലേ, അത്രയും ഒരു പെട്ടെന്നൊരു സിവിയർ ട്രോമയൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായ ഒരു ഡിപ്രഷനിലേക്ക് പോകാം. അങ്ങനെ ഒരു എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാനൊക്കെ ഒരു സിവിയർ ഡിപ്രഷനിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു കയറി പോരാൻ പറ്റത്തില്ല. നമ്മൾ തളർന്നു വീഴും. അങ്ങനെ നമ്മുടെ നെർവസ് സിസ്റ്റം മുഴുവൻ ഡാമേജ് ആയി നമ്മൾ ഡെത്തിലേക്ക് പോകും. അങ്ങനെയാണ് ഒരു സിവിയർ ഡിപ്രഷന്റെ എൻഡ് എന്ന് പറയുന്നത് ഡെത്താണ്. നമുക്ക് തിരിച്ചു കയറി പോരാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകാതെ പോയേക്കാൻ ചാൻസ് ഉള്ള ഒരു സമയത്തും ഞാൻ അങ്ങനെ പോകാതെ എന്നെ ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്തത് ഒത്തിരി പേരാ, നിങ്ങൾ ഒത്തിരി പേരാ. അതുകൊണ്ട് എന്റെ ആത്മാവിൽ നിന്ന് എനിക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റും ഹായ് കൂട്ടുകാരേന്ന്. ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ എടുത്തു വെക്കും. നാളെ രാവിലെ കൊടുത്തു വിടും. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കുറെ പാക്ക് ചെയ്യാനുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം പാക്ക് ചെയ്തിട്ട് ബാക്കി രാവിലെ എളുപ്പത്തിൽ കൊടുത്തു വിടും. അങ്ങനെയാണ്. ഇതുപോലെ ഒരു 2-3 സെറ്റും കൂടി നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് ചാക്കിൽ എടുത്ത് വെക്കും, രാവിലെ കൊടുത്തു വിടും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഓരോരുത്തരും എന്തൊക്കെയാണ് മേടിച്ചേക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കും ഇന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്തുണ്ട്, വേണമെങ്കിൽ മേടിക്കാം ആ രീതിയിൽ. അല്ലെങ്കിൽ വാട്സപ്പിൽ കാറ്റലോഗിൽ കയറി നോക്കിയാൽ കാണാം. എന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇപ്പൊ എനിക്ക് സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ല കേട്ടോ. എന്റെ മനസ്സ് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു അരുവി പോലെ ശാന്തമാണെന്ന് പറയാം. അതുപോലെ തെളി നീരാണ് ഒഴുകുന്നതെന്ന് പറയാം. ആ ഒരു രീതിയിലേക്ക് എന്റെ മൈൻഡ് ഭയങ്കരമായിട്ട്, നമുക്ക് ഒത്തിരി ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം കിടക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി നമ്മുടെ ബ്രെയിൻ ഒരു ഫോഗ് പോലെ, നമുക്കൊരു ഒന്നിനും തീരുമാനം ഇല്ലാത്ത ഒരു അവസ്ഥ അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനമാകും. പിന്നെയുള്ള സങ്കടമൊക്കെ ആർത്തലച്ച് കരഞ്ഞ് അത് തീർത്ത് കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ മഴ പെയ്ത് തോർന്ന പോലെ ആകും നമ്മുടെ ഒരു മനസ്സ്. അതേപോലെ പിന്നെ ശാന്തമായിട്ട് അരുവി പോലെ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒരു സ്റ്റേജിലാണ് കേട്ടോ ഞാനിപ്പോ. ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. മീൻസ് അതിനെക്കുറിച്ചല്ല, എന്തുകൊണ്ട് ഞാൻ കരഞ്ഞു എന്നുള്ളതിനെ കുറിച്ച്, കരച്ചിൽ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ കുറിച്ച്. കരയുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള പരാതികളൊക്കെ പറഞ്ഞ് ഒത്തിരി ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊരു തെറ്റല്ല. കാരണം അവരുടെ മനസ്സിൽ താങ്ങാൻ പറ്റാത്തൊരു പ്രഷർ വരുമ്പോൾ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന ഒരു മാർഗമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരച്ചിൽ എന്ന് പറയുന്നത്. അങ്ങനെ കരയുന്ന ഒത്തിരി മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാനും നിങ്ങളും. എന്നാൽ നിശബ്ദമായി ഉള്ളിൽ കരയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്, കരയാനേ പറ്റാത്ത മനുഷ്യര്. ഇന്ന് എനിക്ക് അവരെ കുറിച്ചാണ് പറയാനുള്ളത്. നിശബ്ദമായിട്ട് ഉള്ളിൽ മാത്രം കരയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്നറിയത്തില്ല. അങ്ങനെ കരയാനേ പറ്റാത്തവര്, നിശബ്ദമായിട്ട് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമെ കരയാനേ പറ്റാത്തവരുണ്ട്. ഒരു കടലോളം സങ്കടം, പേടി, നിരാശ, ഭയം, ഒറ്റപ്പെടൽ, മുന്നോട്ടുള്ള ശൂന്യത, ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ട്, അല്ലെങ്കിൽ ചുറ്റുമുള്ളവര്, അതൊരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അങ്ങനെ ഒരാളെ കടത്തി വിട്ടിട്ട് പിന്നീട് അവര് ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, ഒരു ഫ്രീസിങ് അവസ്ഥയുണ്ട്. ഡീപ്പ് ഡിപ്രഷന്റെ പടിവാതിലാണ് അവരിപ്പോ നിൽക്കുന്നത്. ഒട്ടും കരയാനോ ആരോടൊന്നും പറയാനോ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടത്. മനസ്സ് നേറി, ഹൃദയം മുറിഞ്ഞ്, ചോര ഇറ്റിറ്റ് വീഴുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഉറക്കെ കരയാനോ പറയാനോ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ. എന്റെ ഹൃദയത്തിന്റെ വിങ്ങല്, എന്റെ കരച്ചില്, ഇത്ര നാളത്തെ എന്റെ കരച്ചില് എന്റെ ചുറ്റുമുള്ള ആരും കേട്ടില്ലല്ലോ, അപ്പൊ ഇനി ഞാൻ കരഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തയില് മനസ്സ് ഫ്രീസായി പോകുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ അവരെ കാണുമ്പോൾ നമ്മളോട് പുഞ്ചിരിച്ച് സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ചിലരാണ് ഇവര്. എന്നാൽ ആർദ്രമായ ഒരു ഹൃദയവും ഒരു കൂർമ്മ ബുദ്ധിയും ഉണ്ടെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾക്ക് അവരെ പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുതരം സൈക്കോളജിക്കൽ അനലൈസിങ് എന്ന് തന്നെ പറയാട്ടോ. അത്രയും നിങ്ങൾക്ക് അവരെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഡീപ്പായിട്ട് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, പക്ഷെ അവരുടെ ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മുറിപ്പെടുത്താതെ നിങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ കൂടി നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമെന്നൊരു തോന്നല് അവരുടെ ഉള്ളിൽ അപ്പോൾ ഉണ്ടാകും. പിന്നെ അവര് പതിയെ അവര് തന്നെ കൊട്ടിയടച്ച് അവരുടെ ആ ദുഃഖത്തിന്റെ, അവരുടെ മനസ്സിന്റെ വാതിൽ പതിയെ ഒന്ന് തട്ടി നോക്കും, സാക്ഷി ഇളകുന്നുണ്ടോ എന്നറിയാൻ സ്വയമായിട്ട്.
ഉണ്ട്, അതിന്റെ സാക്ഷി ഇളകുന്നുണ്ട് എന്ന് അവർക്ക് സ്വയം തോന്നും. അപ്പോഴാകും ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നിങ്ങൾ അവരോട് പറയുന്നത്, നിങ്ങളിൽ ഞാൻ ഒരു നല്ല മനുഷ്യനെ, ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയെ കാണുന്നുണ്ട്, ജീവിതത്തെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു പ്രയാസങ്ങൾ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ അവരോട് ആ സമയം പറയും. ഹൃദയപൂർവ്വം നിങ്ങൾ പറയുന്ന ആ വാക്കിന്റെ ശക്തിയില് അവർ അതുവരെ അടച്ചു പൂട്ടിയിട്ട ആ ഒരു ഹൃദയത്തിന്റെ വാതിന്റെ സാക്ഷ അവര് പോലും അറിയാതെ ഇളകാൻ തുടങ്ങും. പിന്നെ പതിയെ പതിയെ ഒരിറ്റ് കണ്ണുനീർ തുള്ളി പൊടിയാൻ തുടങ്ങും അവരുടെ കൺപോളകളില്. പിന്നെ അതൊരു ചാലാകും. പിന്നെ കർക്കിടക പേമാരി പോലെ കുത്തി ഒലിച്ച് ആർത്തലച്ച് പെയ്യുന്ന ഒരു പേമാരിയായിട്ട് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റേജില് ഒത്തിരി പേർക്ക് അറിയാം, അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേജില് നമ്മുടെ മനസ്സില് ആ സങ്കടങ്ങളെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത വിധത്തില് നമ്മളോടുള്ള ചോദ്യങ്ങൾ ആ രീതിയിലായിരിക്കും. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാനിട്ട ആ വീഡിയോയിൽ ഇന്ന് കരയുന്നത്. നിങ്ങൾക്ക് അവരെ ആശ്വസിപ്പിക്കാം, പക്ഷെ കരയണ്ട എന്ന് പറയണ്ട. കരയട്ടെ, ആവോളം കരയട്ടെ. കരയുമ്പോഴാണ് അവരുടെ മനസ്സ് തെളിയാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അതുപോലെ കരയുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടെങ്കിൽ കരയണ്ട എന്നല്ല പറയണ്ടേ, കരയട്ടെ. അവര് ആവോളം കരയട്ടെ. കരയാൻ അവരെ അനുവദിക്കുക. അതിനുശേഷം മാത്രം അവരെ ആശ്വസിപ്പിക്കുക. കരച്ചിലിന് അത്രയും ശക്തിയുണ്ട്. ഹൃദയത്തെ തെളിക്കാൻ, വേദനകളെ കുറയ്ക്കാൻ കണ്ണുനീരിന് അത്രയും ശക്തിയുണ്ട്. ബ്രെയിനിൽ കുന്നുകൂടി 1000 നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നമ്മുടെ ബ്രെയിനെയും മനസ്സിനെയും മോചിപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടി നമ്മുടെ ഈ കണ്ണീരിനുണ്ട്. കുറെ കരയുമ്പോ അവർക്ക് തന്നെ തോന്നും, ഈ കരച്ചിൽ കുറച്ചുകൂടി നേരത്തെ ആകണമായിരുന്നു, ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസമുണ്ട്, നല്ല തെളിവ് തോന്നുന്നുണ്ട് എന്ന്. തലയൊക്കെ ഭയങ്കരമായിട്ട് വേദനിച്ചേക്കാം, കണ്ണൊക്കെ വീർത്ത് ചേർത്ത് വന്നേക്കാം. എന്നാലും ഒന്നുറങ്ങി എണീറ്റ് കഴിയുമ്പോൾ അവരുടെ ആ ഒരു ബ്രെയിൻ ഫോഗ്, അവരുടെ ആ മനസ്സിന്റെ ആ ഒരു കടുംപിടുത്തം ഒത്തിരി കുറഞ്ഞിട്ടുണ്ടാകും. എരിഞ്ഞുകൂടിയ കണ്ണീർ കണങ്ങളൊക്കെ കൂടിയിരുന്ന് കനൽക്കട്ടയായി എരിഞ്ഞ അവരുടെ ഹൃദയത്തിന്റെ ആ ഒരു മനസ്സിന്റെ ശാന്തത അപ്പോൾ അവർക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പൊ കണ്ട ഈ കരച്ചിലിന്റെ ഉള്ളിൽ അവർ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മുന്നോട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി വഴി തേടുന്ന ഒരു സ്ത്രീയുടെ പരിശ്രമത്തിന്റെ അവസാന കാഴ്ചകൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡീപ്പായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ കരച്ചില് അവര് പറയാതെ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഇനിയാണെങ്കിലും ഇത്തരം ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഒരാൾ പൊട്ടിക്കരയാണെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ അവരെ കരയാൻ അനുവദിക്കും. കരഞ്ഞ് അവസാനം അവർക്ക് സ്വയമായി കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. അന്തസ്സായി ഞാനിനി മുന്നോട്ട് തന്നെ ജീവിക്കും എന്നുള്ള ഒരു ധൈര്യം. എന്റെ ജീവിതത്തിൽ ഞാനിത് പലവട്ടം അനുഭവിച്ചിട്ടുണ്ട്. കരയാൻ പോലും ആകാതെ ഡിപ്രഷന്റെ, സിവിയർ ഡിപ്രഷന്റെ ആ ഡീപ്പ് സ്റ്റേജിലേക്ക് നടന്നു പോകാൻ തയ്യാറെടുക്കുന്ന നമ്മളെ നമുക്ക് കാണാൻ പറ്റും. ഒരു സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും ഒരു ഒതുക്കുന്ന ഒരു നടപ്പാതകളുണ്ട്, ഒരു ഇടുങ്ങിയ നടപ്പാതകള്. നമുക്ക് അവിടുന്ന് തിരിച്ചു പോരാൻ പറ്റത്തില്ല. നമ്മൾ ആ ഡീപ്പ് ഡിപ്രഷൻ സ്റ്റേജിലേക്കുള്ള നടപ്പാതയിലാണെന്നുള്ള വഴി നമുക്ക് അറിയാം, പക്ഷെ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് തിരിച്ചു പോരാൻ പറ്റത്തില്ല. എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അങ്ങനെ ഒരു ഡിപ്രഷന്റെ നടപ്പാതയിലേക്ക് കടക്കുകയാണെന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തോന്നുമ്പോ തന്നെ നമ്മൾ കരയണം. നമ്മൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നമ്മൾ ആർത്തലച്ച് കരയണം. കുറെ ദിവസങ്ങൾ നമ്മൾ അങ്ങനെ കരയുമ്പോൾ നമുക്ക് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് പതുക്കെ പിന്നിലേക്ക് ഒരു കാല് വെക്കണം എന്നുള്ള ഒരു തോന്നൽ വരും. പിന്നെയും കരയണം, ഓർത്തോർത്ത് കരയണം. നിങ്ങളോട് മറ്റുള്ളവർ ചെയ്ത ചതി, വഞ്ചന, കള്ളം, നിങ്ങളെ വേദനിപ്പിച്ചത് ഓരോന്നും ഓർത്തോർത്ത് കരയണം. ഓരോരുത്തർക്കും അത് വേറെ വേറെ ആയിരിക്കും. ക്രൂരത, അപവാദം, പണമില്ലായ്മ, അല്ലെങ്കിൽ വഞ്ചന, അല്ലെങ്കിൽ സാഹചര്യങ്ങളില്ലാത്തത്, എന്തും ആയിക്കോട്ടെ ഓർത്തോർത്ത് കരയണം. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കരയുമ്പം നമ്മുടെ മനസ്സ് പതിയെ തെളിയാൻ തുടങ്ങും. പതിയെ മൂടൽമഞ്ഞ് ക്ലിയർ ആകുന്നത് പോലെ കാഴ്ചകളൊക്കെ ക്ലിയർ ആവാൻ തുടങ്ങും. ആ സമയത്താണ് വൈ എന്നൊരു ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇതെല്ലാം എന്റെ ലൈഫിൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ. വൈ, എന്തുകൊണ്ട് അവരെന്നോട് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു എന്നുള്ള ചോദ്യം ശക്തമായിട്ട് നമ്മളിലേക്ക് വരും. അപ്പം പിന്നെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങണം. വൈ എന്നോട് ഒറ്റ അക്ഷരം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു ഒറ്റ വാക്ക്. പിന്നെ ആലോചിക്കാൻ തുടങ്ങണം. വൈ എന്ന ആ ഒരൊറ്റ വാക്കില്, എന്തുകൊണ്ട് എന്നുള്ള ആ ഒരൊറ്റ വാക്കില് നമ്മൾ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കാൻ തുടങ്ങണം. എന്തുകൊണ്ട് എന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് വിശ്വസിച്ചു, നമ്മളെ ഒരുപാട് സ്നേഹിക്കുമെന്ന്, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് കരുതുമെന്ന് നമ്മൾ വിശ്വസിച്ചു. അപ്പൊ അടുത്ത ചോദ്യം വരും, എന്നിട്ട് ഇപ്പോൾ എന്തായി എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് ചോദിക്കാൻ തുടങ്ങും. അപ്പൊ സങ്കടങ്ങൾക്കൊക്കെ അപ്പുറം നമ്മുടെ മനസ്സിൽ അതിനുള്ള ഒരു ഉത്തരം നമുക്ക് തെളിഞ്ഞു വരും. നമ്മൾ അവരെ വിശ്വസിക്കാനേ പാടില്ലായിരുന്നു എന്നുള്ള ഉത്തരം.
അവർ നല്ലവരായിരുന്നില്ല, അവർ ചതിയരായിരുന്നു, പണം മാത്രമായിരുന്നു അവർക്ക് ലക്ഷ്യം എന്നുള്ള ആ ഒരു ഉത്തരം ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഞാൻ ഒരുപാട് വിശ്വസിച്ചു, സ്നേഹിച്ചു, കരുതി, പക്ഷെ അവരങ്ങനെ ആയിരുന്നില്ല, അവർ ചതിയായിരുന്നു, വഞ്ചനയായിരുന്നു, അതായിരുന്നു എനിക്ക് പറ്റിയത് എന്നുള്ള ഒരു ഉത്തരം നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. ആ ഒരു ഉത്തരം നമ്മുടെ മനസ്സിൽ നന്നായി തെളിയാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ സങ്കടം കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങും. ഡിപ്രഷന്റെ ആ സിവിയർ സ്റ്റേജിലേക്ക് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി നമ്മൾ ആ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ ചുറ്റും ഒന്ന് കണ്ണോടിക്കുമ്പോ നമ്മളെക്കാൾ അവസരമില്ലാത്തവര്, നമ്മളെക്കാളും വേദനയിൽ കിടക്കുന്നവര്, നമ്മളെക്കാളും അനുഭവിക്കുന്നവര്, അങ്ങനെ ഒത്തിരി പേരെ കാണാൻ പറ്റും. അതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നും, അപ്പൊ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ശൂന്യതയിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന്, ഈ വിഷമത്തിൽ നിന്ന് എനിക്ക് കരകയറാൻ പറ്റിയേക്കും എന്നൊരു തോന്നൽ വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് വീണ്ടും വീണ്ടും കാലിടറും. അപ്പൊ വീണ്ടും കരയണം, വീണ്ടും എണീക്കണം, നടക്കണം. അങ്ങനെ ഒരു സ്റ്റേജിലാണ് വീണ്ടും കാലിടറുന്ന ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ എന്റെ കരച്ചിൽ കണ്ടത്. അങ്ങനെ കരയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളെ തന്നെ വലിച്ചെണീപ്പിക്കും. നിനക്ക് നീയേ ഉള്ളൂ, നീ എണീക്കൂ എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറയും. പിന്നെ നമ്മുടെ കരച്ചിലിന്റെ എണ്ണം കുറയും, സമയം കുറയും. പിന്നെ നമ്മുടെ ചിന്തകൾ ഒന്നോടെ ക്ലിയർ ആകും. എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം, എന്തെങ്കിലും മുന്നോട്ട് കൂടുതൽ ചെയ്യണം. അപ്പൊ നമ്മുടെ സങ്കടങ്ങൾ കുറയും, വിഷമങ്ങൾ കുറയും. ക്രിയേറ്റീവായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഡെപ്ത് കുറയും എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ ഒരു സ്റ്റേജിലാണ് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ, ഒന്നെങ്കിൽ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ, അങ്ങനത്തെ പുതിയ കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങുക. കുറച്ചു കാലം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കരച്ചിലേ പിന്നെ ഉണ്ടാകത്തില്ല. മനസ്സിൽ നിറയെ സ്വപ്നങ്ങൾ നിറയും. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി തുടങ്ങും. ജീവിതം പഠിപ്പിച്ച പാഠത്തിന്റെ ഒരു ശക്തി ഉണ്ടാവും നമുക്ക്. അപ്പൊ ഇത്ര നാള് നമ്മൾ അഭിനയിച്ച് ചിരിച്ച, മറ്റുള്ളവരെ വേദനിപ്പിക്കണ്ട എന്നോർത്ത് നമ്മൾ ചിരിച്ച ആ ചിരി ആവത്തില്ല നമ്മുടെ മുഖത്ത് വിരിയുന്നത്. ഹൃദയത്തിൽ നിന്നുള്ള സന്തോഷത്തിന്റെ ചിരിയായിരിക്കും ഇപ്പൊ ഞാൻ ചിരിക്കുന്ന ചിരി. പുലരി മഞ്ഞിലും നറുവെയിലും അന്തിച്ചോപ്പിലും ഇരുട്ടിന്റെ കാണാമറയത്തും ഒക്കെ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ചിരിക്കാൻ പറ്റും. ഈ സമയങ്ങളൊക്കെ നമ്മൾ അലറി കരഞ്ഞ, വേദനയിൽ മുങ്ങി നിന്ന ഒരവസ്ഥ പുറകിലുണ്ടാവും. പക്ഷെ അതുപോലെ ആകത്തില്ല പിന്നീടുള്ള മുന്നോട്ടുള്ള സമയങ്ങൾ. നാളെ ഉറങ്ങി എണീക്കുമ്പോ ചെയ്യേണ്ട കാര്യങ്ങള്, നാളെ നേടിയെടുക്കേണ്ട കാര്യങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ മാത്രമായിരിക്കും നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വപ്നങ്ങളും. അപ്പൊ പിന്നെ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും സന്തോഷം നിറഞ്ഞു നിൽക്കും. സ്വാതന്ത്ര്യത്തിന്റെ ഒരു സന്തോഷം, തികച്ചും മോശപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട ഒരു ആശ്വാസം. നാർസിസ്റ്റുകള്, അസൂയ മൂത്ത ബന്ധുക്കള്, അവരുടെ പ്രവൃത്തികള്, ഇതൊന്നും നമ്മളുടെ മനസ്സിലേക്ക് നമുക്ക് എടുക്കേണ്ടി വരില്ല. ഇതിന്റെ വേദനകളൊന്നും നമുക്ക് പിന്നെ അനുഭവിക്കേണ്ടി വരില്ല. നമ്മൾ പിന്നെ അവരെ കുറിച്ച് ഓർക്കാതെയാകും. അവരെവിടെ, എന്ത് ചെയ്യുന്നു, എങ്ങനെ, ഇതൊന്നും നമ്മളെ ബാധിക്കാതെയാവും. നമ്മളിതൊന്നും ഓർക്കാതെയാവും. നമ്മുടെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകള്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങള്, ചിന്തകള്, സ്വപ്നങ്ങള്, ഇത് മാത്രമാവും നമ്മുടെ മനസ്സില്. ജീവിതം എങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന സമയവും കാലവും ഒക്കെ നമ്മളെ ആ സമയം കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. ചിലരെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ മിടുക്കി അല്ലെങ്കിൽ മിടുക്കൻ എന്ന് നമ്മൾ പറയാറില്ലേ? എന്തുകൊണ്ട്? അവർക്ക് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അവരുടെ മനസ്സ് അത്രയും ഹാപ്പി ആയിരിക്കുന്ന അവസ്ഥയിലാണ്. അല്ലെങ്കിൽ എല്ലാം ഒരു നിർജീവമായ ഒരു രീതിയിൽ ചെയ്തു ചെയ്തില്ല ആ ഒരു രീതിയിലായിരിക്കും. അപ്പൊ അവർക്ക് ആ ഒന്നും ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ എനർജിയും അവരുടെ സമയവും അവരുടെ സ്വപ്നങ്ങളും എല്ലാം തകർന്നടിഞ്ഞു കിടക്കുമായിരിക്കും. അതിന്റെ ഉള്ളിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ട എന്നോർത്ത് ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികൾ മാത്രമേ ഉണ്ടാവൂ. പക്ഷെ ആ സ്റ്റേജ് കഴിഞ്ഞാല്, അതായത് ആർത്തലച്ച് കരഞ്ഞ് അല്ലെങ്കിൽ സങ്കടങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കിട്ടുന്ന ആ തെളിമയില് അവര് മുന്നോട്ട് വരുമ്പോൾ അവരുടെ പോസിറ്റിവിറ്റിയും അവരുടെ ക്രിയേറ്റിവിറ്റിയും ഡബിൾ ആയിരിക്കും. അതായത് അവരുടെ ആ തെളിമയില്, അവരുടെ ആ ഒരു സമാധാനത്തില് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ പ്രവൃത്തികളും അവരുടെ സ്വപ്നങ്ങളും അതിന്റെ തിളക്കം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ടും കൂടുതലായിരിക്കും. എന്തായാലും എന്റെ ജീവിത പാഠത്തിൽ നിന്ന് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഞാൻ ഒരുപാട് കരഞ്ഞു, ആർത്തലച്ച് കരഞ്ഞു, ഒക്കെ ശരി. അത് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും നമ്മൾ കരയും, നമ്മൾ ഇടറും. നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നവരെ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും, വേദനകളായിരിക്കും, നമ്മൾ വിങ്ങി ആയിരിക്കും ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കരയുന്ന ഒരു കരച്ചിലുണ്ട്. അതോടുകൂടി ആ ഒരു ഇത് അവസാനിച്ചു, ആ ഡോർ നമ്മൾ അടച്ചിരിക്കും. അത്രയും കരഞ്ഞ് നമ്മൾ അത് അവസാനിപ്പിച്ചിരിക്കും. പിന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. പിന്നെ മുന്നോട്ടുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു ക്ലാരിറ്റി, നമ്മുടെ സ്വപ്നങ്ങളുടെ ഒരു ഡെപ്ത്, അതൊക്കെ വ്യത്യസ്തമായിരിക്കും നമ്മുടെ പ്രവൃത്തികളും. പിന്നെ നമ്മുടെ ഓരോ പ്രവൃത്തികളും അതിന്റെ ഒരു ഭംഗി അത് വ്യത്യസ്തമായിരിക്കും.
എന്തായാലും ചിന്തയിലൊക്കെ അമർന്ന് അവനിലെ നമ്മളെ തന്നെ കൈവിട്ട് തണുത്തുറഞ്ഞ് പുറത്ത് സൂര്യകിരണങ്ങൾ കാത്തിരിപ്പുണ്ട് പ്രതീക്ഷയുടെ സ്വപ്നങ്ങളുടെ എന്നറിയാതെ ഡിപ്രഷന്റെ ആദ്യ പടിയിലേക്ക് പിന്നെ ഓരോരോ പടികളായിട്ട് കയറി നമ്മളെ തന്നെ മറന്നുപോയി തിരിച്ചു നടക്കാൻ കഴിയാതെ ഡിപ്രഷന്റെ ആ ഒരു അവസാന സ്റ്റേജിലേക്ക് നടന്നുപോയി മരണത്തിലേക്ക് കീഴടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ എന്തായാലും തിരിച്ചു പിടിക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം കരയുക എന്നുള്ളത് തന്നെയാണ്. കരയുക, ആവോളം കരയുക, കരഞ്ഞ് നമ്മുടെ മനസ്സിന് തെളിമ നേടുക. അല്ലാതെ മനസ്സിൽ അത്രയും സങ്കടങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി കഴിയുമ്പോ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് പോകും. ചുറ്റുമുള്ള ക്രൂരനായ വഞ്ചകനായ നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ബന്ധുക്കള്, നാത്തൂന് അല്ല അമ്മായിയമ്മ, ഇത്തരത്തില് അല്ലെങ്കിൽ നമ്മള് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ക്രൂരനായ ഒരു ബോസ് അല്ലെങ്കിൽ സഹപ്രവർത്തകര്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആയുസ്സും നമ്മുടെ ജീവിതവും ജീവനും ഒക്കെ കളയണമെന്ന് നമ്മൾ ചിന്തിക്കും. നമുക്ക് അങ്ങനെ തോന്നും. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവോ, ഞാനൊരു കർഷക കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചത്. കുറെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ചോര നീരാക്കിയാണ് എന്നെ എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പഠിപ്പിച്ചത്. ഇങ്ങനെ നമുക്ക് ഭക്ഷണത്തിന് ഇഷ്ടം പോലെ സംഗതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ഹോസ്റ്റലൊക്കെ നിർത്തി ആ ഒരു സമയത്ത് ഞങ്ങളൊരു കുഗ്രാമത്തിലാണ്, ഞാനൊരു കുഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ വയനാട്ടില്. പക്ഷെ അവിടെ നിന്ന് ഇത്രയും നല്ലൊരു കോളേജിൽ കൊണ്ട് എന്നെ ദൂരെ ഇത്രയും നല്ലൊരു കോളേജിൽ കൊണ്ട് ചേർക്കുക, അവിടെ എന്നെ പഠിപ്പിക്കുക, ഹോസ്റ്റലിൽ നിർത്തുക, അതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച്, എന്റെ അപ്പച്ചനും അമ്മച്ചിയെ സംബന്ധിച്ച് ബാലി കേറാൻ മലയായിരുന്നു. എന്നിട്ട് അവർ ആ ഡിസിഷൻ എടുത്ത് അവരെന്നെ അങ്ങനെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അത് അവരുടെ സ്നേഹമാണ്. നമ്മുടെ മക്കൾ എത്ര ഉയരത്തിലെത്തണം, അവർക്ക് നാളെ ഒരു ആപത്തും വരരുത്, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം എന്നുള്ള ആ ചിന്തയിലാണ് അവരങ്ങനെ ചെയ്യുന്നത്, ഉള്ള സാമ്പത്തികമൊക്കെ വെച്ചിട്ട്. അപ്പൊ ആ രീതിയിൽ എന്നെ കൊണ്ടുവിട്ട് ഓരോ വട്ടം, അതായത് ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പൊ എനിക്ക് 48 വയസ്സുണ്ട്. എന്റെ ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള അത്രയും ഗ്യാപ്പിന് മുമ്പുള്ള കാലഘട്ടം. ആ ഒരു സമയത്തൊക്കെ ഹോസ്റ്റൽ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 175 രൂപ, ചില സമയത്ത് 199 രൂപ, അതൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ ഫീസ്. അങ്ങനെ അപ്പം നമുക്ക് ഒത്തിരി നമ്മുടെ കൃഷിയും കാര്യങ്ങളും നമ്മുടെ പറമ്പിൽ നിറയെ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിന് മുട്ടില്ലാന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഭയങ്കര നീക്കിയിരിപ്പും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ നമുക്ക് അന്നത്തെ എന്തായാലും നമുക്ക് റേഷൻ കടയിൽ നിന്ന് പഞ്ചസാരയും മണ്ണെണ്ണ വിളക്കാം. അപ്പൊ നമുക്ക് മണ്ണെണ്ണയും പഞ്ചസാരയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മേടിക്കണം. പിന്നെ നമുക്ക് പശു കൃഷി അങ്ങനത്തെയൊക്കെയാണ്, പിണ്ണാക്ക് കാര്യങ്ങൾ അങ്ങനത്തെ, എന്തായാലും നമുക്ക് പൈസ ചെലവ്. ഇപ്പൊ പറമ്പിൽ നിന്ന് നമുക്ക് പയറും ചേമ്പും ചേനയും അരിയും തേങ്ങയും ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് ബാക്കി ഒത്തിരി ചെലവുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പൈസ ഉണ്ടാക്കണം. അങ്ങനെ